കേരള PSC പുതിയൊരു 8'ൻ്റെ പണിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മനോരമ ന്യൂസിൽ ഇന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റാണിത്. ഗതാഗത നിയമം തുടർച്ചയായി ലംഘിച്ചാൽ പോലീസിൽ നിയമനം കിട്ടില്ല. PSC പരീക്ഷ ജയിച്ചാലും 3 തവണ നിയമലംഘനത്തിന് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിയമനം ലഭിക്കുന്നവർക്ക് ജോലി കിട്ടുന്ന കാര്യം വളരെ കുറവാണ്. ഇനിയിപ്പോൾ ഈ ഒരു നിയമവും കൂടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമാവും. എന്തായാലും നമ്മുടെ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ അശ്രദ്ധയും കുറച്ച് നേരത്തെ നമ്മുടെ ഓവർ കോൺഫിഡൻസും ഒരുപക്ഷെ നമ്മുടെ ജോലി നശിപ്പിച്ചേക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു അറിയിപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാര്യം നമുക്ക് എല്ലാവർക്കും, ഇപ്പോൾ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാവരും ചെറിയൊരു അശ്രദ്ധ മൂലം നമുക്ക് ഇങ്ങനെ ഒരു നിയമലംഘനം അല്ലെങ്കിൽ പോലീസിൽ നിന്ന് പെനാൽറ്റി 3 തവണയിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ ഭാവിയെയും നമ്മുടെ തൊഴിലിനെയും തന്നെ ബാധിച്ചേക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ നിലവിൽ ഈ ഒരു നിയമം വന്നിട്ടുള്ളത് പോലീസിലാണ്. കണ്ടില്ലേ, PSC പരീക്ഷ ജയിച്ചാൽ 3 തവണ നിയമലംഘനത്തിന് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടില്ല. അത് പോലീസിലത്തെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു നിയമം ഭാവിയിൽ ബാക്കി പരീക്ഷകളിലേക്കും വരാനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എങ്ങനെ ആൾക്കാരെ തോൽപ്പിക്കാം, എങ്ങനെ ആൾക്കാർക്ക് ജോലി തരാതിരിക്കാം, എങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരിലേക്ക് കൂടി എത്തിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് തന്നെ നിൽക്കാം, ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് പഠിക്കാം, നല്ല ജോലിയിലേക്ക് എത്താം. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. PSCയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വീഡിയോസ് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുക. എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.